രാജീവ് ചന്ദ്രശേഖറിനെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ബിജെപി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപനം നടത്തി. സുരേഷ് ഗോപി ഉൾപ്പെടെ 30 ദേശീയ കൗൺസിൽ അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. കടുത്ത അതൃപ്തിയിലും എതിർപ്പ് പരസ്യമാക്കാതെ മുതിർന്ന നേതാക്കൾ. 5 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കെ സുരേന്ദ്രൻ പദവിയൊഴിഞ്ഞു. ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനു ശേഷം കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേശീയ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചത്. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ച മുതിർന്ന നേതാക്കൾ എതിർപ്പ് പരസ്യമാക്കിയില്ല. തിരുവനന്തപുരത്ത് ചേർന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. 30 പേരടങ്ങുന്ന ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ പത്മജ വേണുഗോപാൽ, PC ജോർജ് എന്നിവർ ദേശീയ കൗൺസിൽ അംഗങ്ങളാകും. പൂർണ്ണസമയവും സംസ്ഥാനത്തെ ബിജെപിക്കായി സമർപ്പിക്കുമെന്ന് പദവി ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ പ്രഖ്യാപനം. പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എന്റെ എല്ലാ സമർപ്പിക്കുന്നു. ഈ വികസിത കേരളം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിൽ ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും അനുഗ്രഹം, എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു. 5 വർഷക്കാലമായി ബിജെപി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ പദവിയൊഴിഞ്ഞു. കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വം ഇനി എന്ത് പദവി നൽകുമെന്നതും പ്രധാനമാണ്. സുരേന്ദ്രന്റെ മുൻഗാമികളായ PS ശ്രീധരൻപിള്ളയ്ക്കും കുമ്മനം രാജശേഖരനും ഗവർണർ പദവിയാണ് നൽകിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രവർത്തന പാരമ്പര്യം ഒട്ടുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ പാർട്ടിയെ നയിക്കും എന്നതാണ് ഇനി കാണേണ്ടത്. കടുത്ത അമർഷത്തിലുള്ള മുതിർന്ന നേതാക്കളെ കൂട്ടിയോജിപ്പിക്കുക എന്നതും രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള കടമ്പയാകും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തൂർ, കൈരളി ന്യൂസ്.